ദേവി മാഹാത്മ്യം. ഘോരമായി ദേവാസുരയുദ്ധമുണ്ടായി മുന്നം 100 വത്സരം കാലമന്നസുരന്മാർക്കെല്ലാം രാജാവു മഹിഷൻ ദേവകൾക്കു പുരന്ദരനാജിയിൽ തോറ്റാരെന്നു ദേവകളറിഞ്ഞാലും ഇന്ദ്രനായി വാണാൻ മഹിഷാസുരനതു കാലം വൃന്ദാരകന്മാർ ചെന്നു വന്ദിച്ചു വിരിഞ്ചനെ ധാതാവു തന്നെ മുന്നിട്ടാതിഥേയന്മാർ ചെന്നു ഭൂതേശനാരായണന്മാരെയും വണങ്ങിനാർ. ഒന്നൊഴിയാതെ മഹിഷാസുരവിചേഷ്ടിതം വന്നൊരു ദുഃഖത്തോടുമെപ്പേരുമുണർത്തിച്ചാർ. ഇന്ദ്രാഗ്നിയമവരുണാനിലസൂര്യാദീനാം മന്ദിരങ്ങളും അധികാരവുമടക്കിനാർ. സ്വർഗവും ഉപേക്ഷിച്ചു മർത്യരായവനിയിൽ ദുഃഖിച്ചു നടക്കുന്നു ഞങ്ങളെന്താവതയോ. ഇല്ലൊരു ശരണം മറ്റവനെ വൈകിടാതെ കൊല്ലുവാനുപായമെന്തതിനെ ചിന്തിക്കണം. ഇത്തരം ത്രിദശന്മാർ വാക്കുകൾ കേട്ട നേരം ക്രുദ്ധന്മാരായി മഹാദേവനും മുകുന്ദനും അന്നേരം അവരുടെ വക്ത്രപത്മത്തിങ്കൽ നിന്നൊന്നിച്ചു പുറപ്പെട്ടു ഘോരമാം തേജസ്സപ്പോൾ. അംഭോജോദ്ഭവനുടെ വക്ത്രങ്ങൾ തോറും നിന്നു സംഭവിച്ചതും മഹാതേജോരാശിയുമപ്പോൾ മറ്റുള്ള വിബുധന്മാർ തന്നെ കോപം കൊണ്ടു തെറ്റെന്നു പുറപ്പെട്ടു ദീപിച്ച തേജോമയം. സർവദേവതാ ശരീരങ്ങളിൽ നിന്നുണ്ടായ ദുർവാരമായ തേജസ്സൊന്നിച്ചു കൂടിയപ്പോൾ ഉർവിയുമാകാശവും നിറഞ്ഞു പരന്നൊരു പർവ്വതമെന്ന പോലെ തേജസ്സാം കൂട്ടമപ്പോൾ ഔർവാഗ്നി തന്നെക്കാളും ഘോരമായി ജ്വലിച്ചിതു സർവതോ വ്യാപ്തമായ കൽപ്പാന്തവഹ്നി പോലെ. സർവദേവന്മാരുടെ തേജസ്സുമൊന്നായി ചേർന്നു സർവലോക വ്യാപ്തമായി കാണായി ദേവന്മാർക്കും. ഔർവാഗ്നി ജ്വാലാമാലയോടു മുജ്വലിച്ചൊരു പർവ്വതാകാരം പൂണ്ടു നിൽപ്പതുപോലെ കണ്ടാർ. നാരീവേഷവും പൂണ്ടു നിൽക്കുന്ന ദിവ്യരൂപം പാരെല്ലാം നിറഞ്ഞ തേജസ്സോടും കാണായതല്ലോ. ശങ്കര തേജസ്സിനാലുണ്ടായി മുഖാംബുജം പങ്കജേക്ഷണനുടെ തേജസാ ബാഹുക്കളും. ബ്രാഹ്മമാം തേജസ്സിനാലുണ്ടായി പാദങ്ങളും. കാമ്യമാം നിതംബവും ഭൂമി തൻ തേജസ്സിനാൽ. സൗമ്യ തേജസ പുനരുണ്ടായി തലകളും. യാമ്യ തേജസ കേശഭാരവുമുണ്ടായി വന്നു. ചാരുമധ്യവും നരേന്ദ്രമാം തേജസ്സിനാൽ. വാരുണ തേജസ്സിനാൽ ജംഘങ്ങളൂരുക്കളും. കൈവിരലുകളെല്ലാം ആദിത്യ തേജസ്സിനാൽ. കാൽവിരലുകളെല്ലാം സുക്കൾ തേജസ്സിനാൽ.
കൗബേര തേജസ്സിനാൽ നാസികയുണ്ടായി വന്നു. പാവക തേജസ്സിനാലുണ്ടായി നേത്രത്രയം. ദന്തങ്ങളെല്ലാം പ്രജാപത്യമാം തേജസ്സിനാൽ. സന്ധ്യകൾ തേജസ്സിനാൽ ഭ്രൂക്കളുമുണ്ടായി വന്നു. മാരുത തേജസ്സിനാൽ ശ്രവണങ്ങളുമുണ്ടായി. ചാരുത ചേർന്ന രൂപം പൂർണ്ണമായി കാണായി വന്നു. ദേവകളെല്ലാം തങ്ങൾ തങ്ങൾക്കുള്ളായുധങ്ങൾ ദേവിക്കു കൊടുത്തിതു യുദ്ധത്തിനതു കാലം. ശങ്കരൻ ശൂലം നൽകി, പങ്കജേക്ഷണൻ ചക്രം, ശംഖത്തി വരുണനും ശക്തിയദ്ദഹനനും. മാരുതൻ ചാപബാണപൂർണമാമിഷയുധിയും. ഘോരമാം വജ്രമിന്ദ്രൻ കാലദണ്ഡത്തെയമൻ. ആരവം ചേരും മണി നൽകിനാനൈരാവതം. വാരിധി പാശത്തെയും നൽകിനാൻ തുകാലം. അക്ഷമാലയെ കൊടുത്തിടിനാൻ പ്രജാപതി. പുഷ്കരാസനൻ കമണ്ഡലുവും നൽകിയിടിനാൻ. രോമകൂപേഷു സൂര്യൻ രശ്മികൾ നൽകിയിടിനാൻ. ഭീമനാം കാലൻ ഖഡ്ഗചർമ്മങ്ങൾ നൽകിയിടിനാൻ. ക്ഷീരവാരിധി വസ്ത്രമുത്തരീയവും നൽകി. ഹാരവും വിശേഷിച്ചു കൊടുത്തു മനോഹരം. ചൂടാരത്നവും അർദ്ധചന്ദ്രകുണ്ടലങ്ങളും ഹാടക കടക കേയൂരനൂപുരങ്ങളും. അംഗദഗ്രൈവേയ കമമലരത്നാഞ്ഛിതമംഗുലീയകങ്ങളും നൽകിനാൻ വിശ്വകർമ്മ. ശത്രുസംഹാരക്ഷമം പരശു നൽകിയിടിനാൻ. അസ്ത്രങ്ങളഭേദ്യമാം സ്യന്തനമിവയെല്ലാം. അമ്ലാനാംബുജമാല്യമംബുജകുസുമവും അമ്പുധി നൽകിയിടിനാൻ. അംബികയ്ക്കതു നേരം ഹിമവാൻ നൽകിയിടിനാൻ. വാഹനത്തിനു സിംഹം വിമലരത്നങ്ങളുമമിതം നൽകിയിടിനാൻ. മദ്യസമ്പൂർണമായ പാനപാത്രവും നൽകി. വിത്തേശൻ വിശേഷിച്ചു സമ്പൂർണ നിധികളും. ശേഷനാം നാഗേശ്വരൻ നിർമ്മലമണിഗണഭൂഷിതമായുള്ളോരും നാഗഹാരവും നൽകി. അന്യദേവന്മാരാലും ഭൂഷണായുധങ്ങളാനന്യൂനാദരം ബഹുമാനിതയായ ദേവി. സത്വരമുച്ചൈസ്തരമട്ടഹാസവും ചെയ്തു. വിദ്രുതം നഭസ്ഥലം പൊട്ടുമാറതു നേരം. സപ്തവാരിധികളും സപ്തപർവ്വതങ്ങളും സപ്തദ്വീപികളോടുമിളകി ഭൂമണ്ഡലം. നിർജ്ജരന്മാരും ദേവീഗർജനം കേട്ട നേരം വിജ്വരന്മാരായി സ്തുതിച്ചിടിനാർ മുനികളും. ഘോരനാദത്താൽ വിശ്വമിളകിക്കണ്ട നേരം ശൂരന്മാരാകും അമരാദികളെല്ലാവരും സന്നദ്ധന്മാരായി പരമായുധങ്ങളുമെടുത്ത ഔന്നത്യമേറും സൈന്യത്തോടുമുദ്ധാനം ചെയ്താർ. എന്തൊരു ഘോഷം കേട്ടതെന്നോർത്തു മഹിഷനും ബന്ധുക്കളോടു ക്രോധത്തോടും ചെന്നതു നേരം. ത്രൈലോക്യം നിറഞ്ഞൊരു തേജസ ദേവീരൂപമാലോക്യ നിജഹൃദി വിസ്മയം തേടിയിടിനാൻ. പാദഘാതേന താണിടുന്ന ഭൂചക്രത്തോടും മേദുരകിരീടം ചെന്നുരുമ്മുമഭ്രത്തോടും
ദിക്കുകൾ തോറും വ്യാപിച്ചൊരു ബാഹുക്കളോടും ചാപജ്ഞാനാദം കൊണ്ടു മുഴങ്ങും വിശ്വത്തോടും ക്ഷോഭിച്ചു കാണായി വന്നു ദേവിയെ അതുനേരം. കോപിച്ചു യുദ്ധം തുടങ്ങിയിടിനാരസുരരും. ശാസ്ത്രാസ്ത്രവൃഷ്ടി കൊണ്ടു ദീപിച്ചു ദിഗന്ധരം. വിത്രസ്തന്മാരായി വന്നു ലോകവാസികളെല്ലാം. മഹിഷാസുരസേനാപതി ചിക്ഷുരനപ്പോൾ സഹസാ ചെന്നിടിനാൻ ചാമരനോടും കൂടി. സംഖ്യയില്ലാതെ ചതുരംഗവാഹിനിയോടും ഹുങ്കാരത്തോടും ചെന്നു സമരം തുടങ്ങിനാൻ. മദത്തോടറുപതിനായിരം തേരോടു ചെന്നുദഗ്രനായ ദൈത്യനടുത്തു യുദ്ധത്തിനായി. മഖദ്വേഷികൾ വീരനാകിയ മഹാഹനു സഹസ്രായുധരഥോടും ചെന്നെതിരിട്ടാൻ. 50 നിയുതമായിടിന രഥത്തോടും വൻപന മസിലോമാവടുത്താനതു നേരം. 600 തേരോടും ബാഷ്കളവീരൻ തുരകശതസഹസ്രങ്ങളോടതു നേരം. ഉഗ്രദർശനൻ താനുമടുത്തു യുദ്ധം ചെയ്താനുഗ്രനാം വിലാളനും തേരോരു കോടിയോടും 500,000 തേരോടും ചെന്നെതിരിട്ടാനഞ്ചാതെ മഹാദേവി തന്നോടു ഭയഹീനം. ഹയനാഗേന്ദ്രരഥപംക്തികളുണ്ടു പുനരയുതം കോടി കോടി സഹസ്രങ്ങൾ. മഹിഷാസുരവീരനമിത ബലത്തോടും മഹിഷാന്തകിയോടു സമരം തുടങ്ങിനാൻ. ഖഡ്ഗപട്ട സബാണ പരശുശക്തികളും മുൾഗരഭിണ്ടി പാലതോമര പാശങ്ങളും പരിഘമുസലങ്ങൾ കുശകുന്തങ്ങളാദി ശരങ്ങൾ കൊണ്ടും തൂകിത്തുടങ്ങി മഹാരണേ. ദേവിയും ശസ്ത്രാസ്ത്രങ്ങൾ വർഷിച്ചങ്ങുടനുടൻ. ദേവവൈരികൾ ദേഹം ഭേദിച്ചു തുടങ്ങിനാൾ. ദേവതാപസഗന്ധർവാദികളതു നേരം ദേവിയെ സ്തുതിച്ച സന്തോഷിപ്പിച്ചു മരുവിനാർ. ദേവി തൻ വാഹനമാം കേസരി വീരനപ്പോൾ ദേവാരി സൈന്യമധ്യം പുക്കു സഞ്ചരിക്കുന്നു. കാനനമധ്യേ വഹ്നി സഞ്ചരിച്ചിടും വണ്ണം സേനയെ ദഹിപ്പിച്ചു സത്വരം രോഷത്തോടെ യുദ്ധം ചെയ്യുമ്പോൾ ദേവി നിശ്വാസങ്ങളിൽ നിന്നു സദ്യ സംഭവിച്ചതു ഗണങ്ങളസംഖ്യമായി. പരശുഭിണ്ടിപാലപട്ടസാദികളാലെ സുരവൈരികൾ തന്നെയവരു മുടുക്കിനാർ. മൃദംഗപ്പടഹ ശംഖാദിവാദ്യങ്ങളെല്ലാം മദം പൂണ്ടേറ്റം പ്രയോഗിച്ചിതു യുദ്ധോത്സവേ. ശൂലഖഡ്ഗാസ്ത്രശസ്ത്രവൃഷ്ടിയാൽ മഹാദേവി കാലനൂർക്കയക്കുന്നു ദേവാരികളെയെല്ലാം. ഘോരമാം ഖണ്ഡാനാദം കേട്ടു മോഹിച്ചു ദൈത്യവീരന്മാർ തൈരുതൈരപ്പായിൽ വീണുഴലുന്നു. പാശത്താൽ ബന്ധിച്ചുടൻ ചിലരെ ഇഴയ്ക്കുന്നു. രോഷത്താൽ ഖഡ്ഗം കൊണ്ടു ചിലരെ ഖണ്ഡിക്കുന്നു. മുസലമേറ്റു രക്തം ഛർദിച്ചിടുന്നു ചിലർ. ഗദയേറ്റുടൻ ചിലർ പിടഞ്ഞു വീണിടുന്നു. വക്ഷസി ശൂലമേറ്റു
ഭേദിച്ചിടുന്നു ചിലർ. തൽക്ഷണേ ബാണമേറ്റു വീഴുന്നു ചിലരെല്ലാം. ബാഹുക്കളറ്റും കഴുത്തറ്റും ജംഘങ്ങളറ്റും ദേഹത്തിൻ നടുവറ്റും ഉത്തമാംഗങ്ങളറ്റും ഏകബാഹ്വക്ഷി സൂര്യന്മാരായി വീണു ചിലരാകുലപ്പെട്ടു വീണു ഭൂതലം നിറയുന്നു. കബന്ധങ്ങളും പുനരുദ്ധാനം ചെയ്തു ശീഘ്രം നിബന്ധമടുക്കുന്നു നൃത്തം വയ്ക്കുന്നു ചിലർ. നില്ലു നില്ലെന്നു പറഞ്ഞെടുത്തു മഹാദേവി കൊല്ലുന്നു മഹാസുര ഗജവാജികളെയും. ഗുണപങ്ങളെ കൊണ്ടു മറഞ്ഞു ചമഞ്ഞിതു രണഭൂമിയും തത്ര രുധിര നദികളും. ഓരോരോ വഴിയെ പോയി വേഗത്തിലൊഴുകുന്നു നാരദൻ കൗതൂഹലം പൂണ്ടുടൻ കൊണ്ടാടുന്നു. ഘോരദാവാഗ്നിവനം ദഹിച്ചിടുന്ന പോലെ വീരന്മാരായ മഹാദൈത്യന്മാർ ദഹിക്കുന്നു. ദേവി തൻ ഗണങ്ങളും വേഗേന യുദ്ധം ചെയ്തു ദേവവൈരികളെ കൊന്നാവോളമൊടുക്കുന്നു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തൊക്കെ സ്തുതിക്കുന്നു. ദേവിയും പ്രസാദിച്ചു ഭക്തരെ നോക്കിയിടുന്നു. 2-ാം അധ്യായത്തിലെ കഥകളേവം ചൊന്നേൻ. കുണ്ഠിതം കൂടാതെ ഞാൻ ചൊല്ലുവനിശ്ലേഷം. ചക്രവൈരികളായോരസുരപ്പടയെല്ലാം മിക്കതുമൊടുങ്ങിയ നേരത്തു കോപത്തോടെ ചിക്ഷുരനായ സേനാനായകനടുത്തിതു. തൽക്ഷണം മഹാദേവി തന്നോടു യുദ്ധം ചെയ്യുവാൻ മേരുമൂർധനിഘനം പാനീയം ചെയ്യും പോലെ ഘോരബാണങ്ങൾ വർഷിച്ചിടിനാൻ ലഘുതരം. ശീതാംശുദയെ സിന്ധുതരംഗങ്ങളെയെല്ലാം മേതുരമായ മട്ടിൽ തടുത്തു നിരത്തും വണ്ണം ദേവിയും അവയെല്ലാം മുറിച്ചു കളഞ്ഞുടനാവോളം വേഗത്തോടെ തുരകങ്ങളെ കൊന്നു. സാരഥിയെയും കൊന്നു ചാപവും മുറിച്ചിതു. സാരമാം ധ്വജത്തെയും ഖേദിച്ചു കളഞ്ഞപ്പോൾ ഖഡ്ഗചർമ്മങ്ങൾ ധരിച്ചെടുത്താനതു നേരം വിക്രമത്തോടും സിംഹമൂർധനി വെട്ടിവേഗാൽ അമ്പ തന്നിടത്തേക്ക് തന്മേൽ വെട്ടിയ നേരം നിർമ്മലമായ ഖഡ്ഗം മുറിഞ്ഞു തെറിച്ചിതു. ശൂലത്തെ പ്രയോഗിച്ചാൻ ഭദ്രകാളിയും നിജശൂലത്താൽ 100 നുറുക്കിയിടിനാൻ അതിനെയും. പിന്നെയും ശൂലമേറ്റു ഭിന്നഗാത്രനുമായി മന്നിടം തന്നിൽ വീണു മരിച്ചു ചിക്ഷുരനും. അന്നേരമാനക്കഴുത്തേറിച്ചാമരൻ വന്നാൻ തന്നുടെ ശക്തി തന്നെ മോചിച്ചാൻ ദേവിമേൽ. ഹുങ്കാരം കൊണ്ടു ശക്തി ഭൂമിയിൽ പതിപ്പിച്ച സങ്കടത്തോടും ശൂലം കൊണ്ടും ചാട്ടിനാനപ്പോൾ ബാണങ്ങളാലേതും ഛേദിച്ചു മഹാദേവി. കാണായിതപ്പോൾ ഗജപുങ്കവ കുംഭാന്തരെ വീണിതു ചാടി വേഗത്തോടു മാമൃഗാധിപൻ. പാണിയുദ്ധേന പോർ ചെയ്തേടിനാർ പരസ്പരം. ചാമരൻ താനും മഹാസിംഹവും കൂടി തമ്മിൽ
ഭൂമിയിൽ ചാടിപ്പിണങ്ങിടിനാരല്ലോ പിന്നെ ബാഹൂഗ്രപ്രഹരേണ കേസരി വീരനപ്പോളാഹവേ ചാമരനെ കൊന്നു വീഴ്ത്തിയിടിനാനല്ലോ. തൽക്ഷണേ യോധുമടുത്താനുതഗ്രനും വേഗാൽ വൃക്ഷശൈലാദികൾ കൊണ്ടവൻ തന്നെയും കൊന്നു നിന്നിതു ദേവിയുടെ ഗണങ്ങൾ. കരാളനും വന്ന കോപത്തോടടുത്താനവനെയും അവർ കൊന്നിതു മുഷ്ടിദന്തനഖങ്ങളാലേ ഗണം. ക്രുദ്ധയാം ദേവി ഗദ കൊണ്ടതു നേരം വന്നൂരുദ്ധതൻ തന്നെയും നിഗ്രഹിച്ചിടിനാൾ ശീഘ്രം. ബാഷ്കളനെയും ഭിണ്ടിപാലം കൊണ്ടതു നേരം പോർക്കളം തന്നിൽ കൊന്നു വീഴ്ത്തിനാൾ മഹാദേവി. ബാണങ്ങൾ കൊണ്ടു താമ്രൻ തന്നെ സത്വരം കൊന്നു ക്ഷോണിയിൽ വീഴ്ത്തിയിടിനാളന്തകനെയും വേഗാൽ. ഉഗ്രാസ്യനെയും മഹാഹനു തന്നെയുമുടനുഗ്രവീര്യൻ തന്നെയും കൊന്നിതു ശരങ്ങളാൽ. പിന്നെ ത്രിനേത്രന്മാരെ ത്രിശൂലം കൊണ്ടുടൻ സന്നമാക്കിനാളല്ലോ ദേവിയും. ക്ഷണം കൊണ്ടേ വാളാലെ വിലാളൻ തന്നുത്തമാംഗം ഛേദിച്ചു മേളമോടൂഴിയിലിട്ടുരുട്ടിയിടിനാളല്ലോ. ദുർധരൻ തന്നെയും ദുർമുഖൻ തന്നെയും രണേ സത്വരം ബാണഗണം പൊഴിച്ചു കൊന്നിടിനാൾ. ഏവം വൻപടയും തൻ പടനായകന്മാരും ദേവിയാൽ നഷ്ടമായ നേരത്തു മഹിഷനും മാഹിഷവേഷം ധരിച്ചടുത്തിടിനാൻ. ദ്രുതമാവഹത്തിനു വന്നു കോപേന മഹാസുരൻ. തുണ്ടപ്രഹരം കൊണ്ടു ദേവി തൻ ഗണങ്ങളെ ഖണ്ഡിച്ചു കളകയും ഖുരക്ഷേപണങ്ങളാൽ. ചിലരെ ലാങ്കുലപാതകങ്ങളാൽ മർദ്ദിക്കയും ചിലരെ നിശിത ശൃംഗങ്ങളാൽ ഭേദിക്കയും ചിലരെ മഹാനിദാദങ്ങളാൽ മോഹിപ്പിച്ചും ചിലരെ ഭ്രമണവേഗം കൊണ്ടു ധൂളിപ്പിച്ചും ചിലരെ നിശ്വാസവാദങ്ങളാൽ പതിപ്പിച്ചും പേടിപ്പിച്ചിതു ദേവീ ഗണത്തെയെല്ലാം അവൻ. ഓടിയെത്തിനാൻ മൃഗേന്ദ്രൻ തന്നെ താടിപ്പാനായി. ശൃംഗങ്ങൾ കൊണ്ടു ഗിരിശൃംഗങ്ങളെല്ലാം ഉടൻ ഭംഗമാക്കിയും പാരമലറിച്ചു മരമാന്തി. ക്രൂരമായുള്ള ഘുരക്ഷേപണം കൊണ്ടു തന്നെ പാരിടമെല്ലാമൊക്കെ പിളർന്നു ചമയ്ക്കയും ചണ്ഡശൃംഗാഗ്രവിഭിന്നങ്ങളാം ഖനങ്ങളെ ഖണ്ഡിച്ചുടൻ ഭൂമിയിൽ പതിപ്പിച്ചും ഇങ്ങനെ കോപിച്ച സുരേശ്വരനടുത്തപ്പോൾ മംഗലയായിട്ടുള്ള ചണ്ഡികാദേവി താനും പാശക്ഷേപണം കൊണ്ടു ബന്ധിച്ചാളവനെയും ആശസിംഹാകൃതിയായി കഴിച്ചാൻ. പാശത്തെയും തൽക്കഴുത്തറുത്തപ്പോൾ കാണായി പുരുഷനായി ഖഡ്ഗവും ധരിച്ചപ്പോൾ പുരുഷൻ തന്നെ ദേവി. ബാണങ്ങൾ കൊണ്ടു മുടിഖഡ്ഗ ചർമ്മങ്ങളോടും കാൺമതായിപ്പോളൊരു ഗജമായി മഹിഷനെ തൽക്ഷണേ പിടിച്ചിഴച്ചിടിനാൻ മൃഗേന്ദ്രനെ. തൽക്കരം ഖഡ്ഗം കൊണ്ടു ഛേദിച്ചു മഹേശ്വരി. തൽക്കാലേ മഹിഷനായി ചമഞ്ഞാൻ അസുരേന്ദ്രനൊക്കെയൊന്നിളകീതു. ലോകങ്ങൾ മൂന്നുമപ്പോൾ ക്രുദ്ധയാം
ജഗന്മാതാവായ ചണ്ഡികാദേവി ഉത്തമമായ മധുപാനവും തുടങ്ങിനാർ. ചണ്ഡികാദേവി പൊട്ടിച്ചിരിച്ചും പാനം ചെയ്തും മണ്ഡലാകാരം പൂണ്ടു ചുവന്നു നയനങ്ങൾ. അന്നേരം ബലവീരമഗർവിതനായി നിന്നേറ്റ മലറിയും മഹിഷൻ പാഷാണങ്ങൾ കൊണ്ടു ദേവിയെ പ്രക്ഷേപിച്ചു നിൽപ്പതും ദേവി കണ്ടു സായകങ്ങളാൽ ചൂർണമാക്കിനാൾ കായം. അട്ടഹാസവുമിടിവെട്ടിയിടും വണ്ണമപ്പോൾ നിഷ്ഠുരതരം ദേവി ദുഷ്ടനോടരുൾ ചെയ്തു. ഗർജനം ചെയ്തു കൊള്ളുക മൂഢാനി, കിഞ്ചിൽ കാല വിജ്ജനം മധുപാനം ചെയ്വോളം ദുരാത്മാവേ. നിർജരാദികളെല്ലാം ഗർജനം ചെയ്തിടുവോർ ദുർജനശ്രേഷ്ഠ ഭവാനെന്നാലേ ഹതനായാൽ. ഇത്തരമരുളി ചെയ്തുൽപ്പതിച്ചവൻ മേമേൽ സത്വരം കരയേറി കഴുത്തിൽ പാദാബ്ജം കൊണ്ടാക്രമിച്ചിട്ടു ശൂലം കൊണ്ടു കുത്തിയ നേരം നിഷ്ക്രമിച്ചിതു ഖഡ്ഗചർമ്മങ്ങൾ ധരിച്ചവൻ. തൃക്കാൽ കൊണ്ടപ്പോൾ അമൂഴ്ത്തിയിടിനാൻ ജഗന്മാതാ. വർദ്ധിച്ചു നിഷ്ക്രാന്തനായി യുദ്ധം ചെയ്വതിനവൻ ഉദ്ധാനം ചെയ്തിടുവാൻ ആരംഭിച്ചതു നേരം ഖഡ്ഗത്താൽ വെട്ടിയറുത്തിടിനാൾ തലയപ്പോൾ. വിഗ്രഹത്തോടു വേർവിട്ടവനും വീണിടിനാൻ. ത്രൈലോക്യ നിവാസികൾ നഷ്ടനാമ സുരേന്ദ്രമാലോക്യ ജയ ജയേത്യുച്ചത്തിൽ സ്തുതിച്ചാർ. ആഹവേ മഹാസുരൻ മഹിഷൻ മരിച്ചപ്പോൾ ഹാഹാകാരേണ മരിച്ചിടിനാരസുരരും. ദേവവൃന്ദവും മുനിവൃന്ദവും ഭക്തിയോടെ ദേവിയെ സ്തുതിക്കയും നൃത്തം ചെയ്തിടുകയും പാടുന്നു. ഗന്ധർവന്മാരാടുന്നു, ദിവ്യസ്ത്രീകൾ തേടുന്നു സന്തോഷവും വിബുധാദികളെല്ലാം. അധ്യായം 3 കഴിഞ്ഞു. നിങ്ങൾക്കിതിലത്യാശയുണ്ടെന്നാകിലിനിയും ചൊല്ലാമല്ലോ. ദേവി മഹാത്മ്യം.